കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവിനെ പല്ലവി ഉപദേശിക്കുകയാണ്. സേതുവേട്ടൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം സേതുവേട്ടനോടൊപ്പം ഞാനും ഇറങ്ങുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ശ്രീഹരിയും കൂടെ അങ്ങോട്ട് വന്നു. ശ്രീഹരി വന്നിട്ട് പറഞ്ഞു, സേതുവേട്ടൻ ഇവിടുന്ന് പോയാൽ പിന്നെ ഞാനിവിടെ നിൽക്കും സേതുവേട്ടന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ദേ നിങ്ങളുടെ ഒപ്പം ഞാനും ഇറങ്ങുമെന്ന് പറയാ. അവസാനം പല്ലവി പറഞ്ഞു, കേട്ടില്ലേ പറഞ്ഞ സേതുവേട്ടൻ എങ്ങോട്ടാ ഇങ്ങനെ പേടിച്ച് ഓടുന്നേ? ഒരിക്കലും നമ്മൾ പേടിച്ച് ഓടേണ്ടവരല്ല. ദേ ഇവിടെ കഴിയേണ്ട അത് ആ ഒരു പൂർണ്ണ ബോധ്യം സേതുവേട്ടൻ ഉണ്ടാവണം. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മളിപ്പോ ഒളിച്ചോടുവാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ സേതുവിന്റെ മനസ്സിനെ ഒന്ന് ബോൾഡാക്കി എടുക്കുകയാണ്. പല്ലവി പറഞ്ഞു, സേതുവേട്ടാ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഒന്നുമല്ലെങ്കിലും ദേ സേതുവേട്ടന്റെ അച്ഛൻ പണി കഴിപ്പിച്ച വീടല്ലേ ഇത്. ഇവിടെ താമസിക്കാനുള്ള അവകാശം അധികാരം എല്ലാം സേതുവേട്ടനുണ്ട്. വിൽപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുക. പിന്നീട് ഒരു വിത്ത് സേതുവിനെ ഒന്ന് മയപ്പെടുത്തി എടുക്കുകയാണ്. അതിനുശേഷം എല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അച്ചും സേതുവും പല്ലവിയും ശ്രീഹരിയും ഒക്കെ ഉണ്ട്. അപ്പം ബേബി ചേച്ചി അവർക്ക് ഫുഡ് എടുത്ത് കൊടുത്തോണ്ടിരിക്കുക. ഈ സമയത്ത് സേതു ബേബി ചേച്ചിയുണ്ടേ അവന് കൊടുക്ക്, ശ്രീഹരിക്ക് കൊടുക്കുക, അവൻ കഴിക്കട്ടെ എന്ന് പറയാണ്. ബേബി ചേച്ചി പറഞ്ഞു, അത് ശരിയാ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സമയം എന്ന് പറഞ്ഞാൽ വിരുന്നിന്റെ സമയമാണ്. വിരുന്നിന് ഓരോ സ്ഥലത്തൂടെ പോയി നന്നായിട്ട് ഫുഡ് കഴിക്കണ സമയാ. അല്ല അതിനിപ്പോ അതിന് മാത്രം പറയത്തക്ക ബന്ധുക്കളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ തന്നെ എല്ലാം വെച്ചുണ്ടായി കൊടുത്തോളാം. എനിക്കറിയാം വിരുന്നിന് കൊടുക്കുന്ന പോലെ തന്നെയുള്ള ആഹാരങ്ങൾ നല്ല നല്ല ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാട്ടോ എന്ന് പറയാം. ഇത് കേട്ടതും അച്ചു പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല ബേബി ചേച്ചി, ഞങ്ങൾക്ക് ഇതൊക്കെ മതി എന്ന് പറയണം. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് കഴിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഋതുവും സ്വാതിയും കൂടെ വരുന്നേ. അവരിങ്ങനെ ഒന്ന് നോക്കുവാണ്. ഒന്ന് വന്ന് നോക്കിയിട്ട് പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി പോയി എന്റെ സ്വാതി എന്ന് പറയണേ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. അത് മാത്രല്ല ഇനി പിന്നെ വിരുന്നിന് പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ എങ്ങനെ വിരുന്നിന് പോകാനല്ലേ? ബന്ധുക്കാരും കാര്യങ്ങളൊന്നുമില്ല, അനാഥനല്ലേ, സ്വന്തമായിട്ട് വീടും കുടിയൊന്നുമില്ല, അച്ഛനാര് അമ്മയാര് എന്നൊന്നും അറിയത്തില്ല, പിന്നെ എങ്ങോട്ട് പോവാനല്ലേന്ന് ചോദിക്കുക. ശ്രീഹരിനെ കുത്തി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അച്ചു പറഞ്ഞു, അതെ എനിക്കിപ്പോ തൽക്കാലത്തേക്ക് ഒരിടത്തും പോണ്ട, ഇതെനിക്കൂടെ അവകാശപ്പെട്ട വീടാ. ഇവിടെ ഞാൻ കഴിയുന്നോണ്ട് നിനക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഒരു കാര്യമില്ല ഋതു എന്ന് പറയണ. ഞാൻ എവിടെ താമസിക്കുന്നോ അവിടെ എന്റെ ഭർത്താവും കാണുമെന്ന് പറയാം. ഇത് കേട്ടപ്പം സേതുവിന് പല്ലവിക്ക് സമാധാനമായി. ഋതു സാദിയും കൂടെ പരസ്പരം നോക്കി കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് അവര്. ആ സമയം ശ്രീഹരിയോട് അച്ചു പറഞ്ഞു, ശ്രീഹരി ഫുഡ് കഴിക്കാൻ പറയണ. അല്ല അത് ഞാൻ കഴിക്ക് ശ്രീഹരി. ഇതൊക്കെ കേട്ടിട്ട് മനസ്സ് തളർന്നു പോയല്ലേ. ശ്രീഹരി പറഞ്ഞു, ഞാനൊരു ജോലിക്ക് പോയാലെന്ന് ആലോചിക്കുക. എന്ത് ജോലിക്ക്? അത് പിന്നെ അല്ല ശ്രീഹരി എന്തിനാ വേറെ ജോലിക്ക് പോന്നേ? ശ്രീഹരിക്ക് അറിയാവുന്ന ഒരു ജോലി ഉണ്ടല്ലോ, ഓട്ടോ ഓടിക്കാനുണ്ട്, അത് പോരെന്ന് ചോദിക്കുകയാണ് അച്ചു. അല്ല ഞാൻ ഓട്ടോ ഓടിച്ച അത് പിന്നെ ഇവിടെ നാണക്കേടല്ലേ? എന്ത് നാണക്കേട്? നമുക്കറിയാവുന്ന ജോലി ചെയ്യുന്നോണ്ട് എന്താ നാണക്കേട് ഇരിക്കണെന്ന് ചോദിക്കുക. പല്ലവി പറഞ്ഞു, അത് ശരിയാ, കക്കാനും മോഷ്ടിക്കാനോ അങ്ങനെയൊന്നും അല്ലല്ലോ പോണേ, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അറിയാവുന്ന ജോലി ചെയ്ത് ജീവിക്കുക, അതാ ഏറ്റവും നല്ലതെന്ന് പറയാ. അങ്ങനെ അവര് ഫുഡ് കഴിച്ച് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് ശ്രീഹരി പോയി ഓട്ടോ എടുത്തോണ്ട് വരുവാണ്. ഓട്ടോ എടുത്തോണ്ട് വന്ന് അങ്ങനെ പൊന്നുമടത്തിലേക്ക് കയറി ഓട്ടോ കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ചു ഓടിച്ചെല്ലുവാണ് ആരതിക്ക് എടുത്തോണ്ട്. പിന്നീട് ഓട്ടോനെ ആരതിക്ക് ഒഴിഞ്ഞിട്ട് ശ്രീഹരിയോട് പറഞ്ഞു, അതെ എന്നെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയാം. ഞാൻ പഠിപ്പിക്കാം, പിന്നീട് ഉറപ്പായിട്ട് ഞാൻ പഠിപ്പിക്കാന്നൊക്കെ പറയണേ. അപ്പോഴേക്ക് സ്വാതി അങ്ങോട്ട് വന്നു. സ്വാതി കണ്ടി കാഴ്ച. സ്വാതി ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ടൊക്കെ അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്താണ് പല്ലവി കോളേജിലേക്ക് പോകാനിട്ട് ഇറങ്ങി വരുന്നത്. പല്ലവി പറഞ്ഞു, അതെ ഞാൻ കോളേജിലേക്ക് പോകാനിട്ട് ഇറങ്ങി വരുവാ, എന്നാ ഒരു കാര്യം ചെയ്യുക, ആദ്യത്തെ ഓട്ടോ എന്റേതായിക്കോട്ടെ എന്ന് പറയാ. അതിനെന്താ പല്ലവി ചേച്ചി കേറിക്കോളാൻ പറയാണ്. അപ്പോഴേക്ക് സേതുവും കൂടെ അങ്ങോട്ട് വന്നു. സേതുവിനോട് പല്ലവി സേതുവേട്ടൻ വരുന്നുണ്ടോ നിൽക്കുക. ഇല്ല എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു വഴി വരെ പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കുവെന്ന് പറയാണ്. ആ സമയം അച്ചു പറഞ്ഞു, അതെ ഇനി മുതല് ഞങ്ങളും കാശുകാരാൻ പോവാന്ന് പറയണം. ഇത് കേട്ടത് പല്ലവി അതെന്താ അങ്ങനെ പറഞ്ഞു? ദേ ഇന്ന് മുതല് ശ്രീഹരി ഓട്ടോ ഓടിക്കുമല്ലേ, എന്താളും കുറച്ച് പൈസ കിട്ടുമെന്ന് പറയണം. സേതു പറഞ്ഞു, അത് ശരിയാ, എല്ലാം കഴിഞ്ഞ് 10,000 രൂപ കിട്ടും, അതൊരു നല്ല കാര്യം തന്നെ ശ്രീഹരി. ഇന്നത്തെ കാലത്ത് നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസയില്ലേ, അത് മതി കഴിയാനെന്ന് പറയണേ. 2 പേരിലേ ഉള്ളൂ ഇപ്പൊ തൽക്കാലത്തേക്ക് ആ രൂപയും കൊണ്ട് ജീവിക്കാനുള്ള മതി എന്ന് പറയാണ്. അത് കേട്ടപ്പോ ശ്രീഹരി പറഞ്ഞു, അത് മതി സേതുവേട്ടാ, പണ്ടൊക്കെയാണ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എന്നോടൊപ്പം ഒരാളും കൂടി ഇല്ലേന്ന് ചോദിക്കാം. അച്ചു പറഞ്ഞു, അതിനെന്താ, ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ കഴിയും.
വൈകുന്നേരം വരും പൈസയൊക്കെ എൻ്റെ തരണം. ഇനി ഞാൻ ക്യാഷ്യർ ആകാൻ പോവാന്ന് പറയണ. അത് കേട്ടതും ശ്രീഹരിയും പല്ലവി എല്ലാവരും കൂടെ ചിരിക്കുവാണ്. പിന്നീട് പല്ലവിയും കേട്ടിക്കൊണ്ട് ശ്രീഹരി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അച്ഛനോട് സേതു പറഞ്ഞു, അതെ ഇപ്പൊ ഫുഡ് കഴിക്കാൻ സമയത്തൊന്നും എന്നെ വിളിക്കാറൊന്നും ഇല്ല, ഇടയ്ക്ക് നമ്മളെയും വിളിക്കാന്ന് പറയണ. അയ്യോ സേതേട്ടാ, നാളെ മുതൽ ഞാൻ വിളിച്ചോളാന്ന് പറയണ. ഇപ്പൊ എപ്പോഴും ശ്രീഹരിനെ അല്ലേ അച്ചു കൂടുതൽ കെയർ ചെയ്യുന്നേ. അത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ വെറുതെ ഒരു കൊട്ട് കൊടുത്താണ് അച്ചുവിനിട്ട്. പിന്നീട് സേതു അങ്ങോട്ടേക്ക് പോവാ. അച്ചു അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും ഋതുവും സ്വാതിയും പൂർണ്ണിമയും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അച്ചു അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും അവർ സംസാരമൊക്കെ നിർത്തി അച്ചുവിനെ നോക്കുവാണ്. അതിനുശേഷം ഋതു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ഓട്ടോറിക്ഷ ഒന്നും കൊണ്ടുവിടാൻ സമ്മതിക്കില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്ചു പറഞ്ഞു, അല്ല അത് പറയാൻ നീ ആരാന്ന് ചോദിക്കുവാണ്. നീ എന്ത് അധികാരത്തിൽ അങ്ങനെ പറയണേന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ എന്റെ അധികാരം നിനക്ക് അറിയേണ്ട അല്ലേന്ന് ചോദിക്കാണ്. ഈ പൊന്നുമട ഓട്ടോ സ്റ്റാൻഡ് ഒന്നും അല്ല ഓട്ടോ കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട്. നാളെ മുതൽ ആ ഓട്ടോ ഇവിടെ കണ്ടേക്കല്ലെന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കാണ്. സ്വാതി പറഞ്ഞു, ഇതിൽ പല ഒരു നാണക്കേട് വേറെയില്ല. പൊന്നുമടത്തില് ഓട്ടോറിക്ഷ കൊണ്ടെടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു, ആൾക്കാർ അറിയുമ്പോ തന്നെ എന്തൊരു നാണക്കേടാ. ഋതു പറഞ്ഞു, ഇവിടെ വില കൂടിയ വണ്ടികളൊക്കെ ഇടുന്ന പാർക്കിംഗ് ഏരിയ അവിടെയാണ് കൊണ്ടിരുന്നത്. ഒരു പെട്ടി ഓട്ടോ കൊണ്ട് പോലെ ഒരു ഓട്ടോറിക്ഷ കൊണ്ടിടുന്നേ, നാണമില്ലേ അച്ചു നിനക്കെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അച്ചു പറഞ്ഞു, എനിക്കെന്തിനാ നാണക്കേട്, ഞാൻ നാണം കണ്ട ഒരു കാര്യമില്ല. എന്റെ ഭർത്താവിന്റെ തൊഴിലാണ് ഓട്ടോ ഓടിക്കാന്ന് പറഞ്ഞാൽ അതിലിപ്പം ഞാൻ നാണം കിട്ടിട്ട് ഒരു കാര്യമില്ല. അതിനകത്ത് ഇപ്പൊ അധ്വാനിച്ച് ജീവിക്കുമല്ലേ, അല്ലാതെ ആരുടെ ഒന്നും മോഷ്ടിച്ചാ പിടിച്ചു പറിച്ചിട്ടൊന്നും അല്ലല്ലോ. അതിനകത്തൊരു കഥയില്ലെന്ന് പറയണം. പിന്നീട് പൂർണ്ണിമ എടുത്തെന്നിരിച്ചു, അല്ല അമ്മയ്ക്ക് ഈ അഭിപ്രായം തന്നെയാണോന്ന് ചോദിക്കുകയാണ്. പൂർണ്ണിമയൊന്നും മിണ്ടിയില്ല. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, പണ്ട് തെരുവിലൊക്കെ അച്ഛന് തുണിത്തരങ്ങൾ ഇട്ട് വിറ്റഴിച്ചുകൊണ്ട് സമയം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് അച്ഛൻ പടിപടിയായിട്ട് കയറി വന്നേ. ഈ കണ്ട ബംഗ്ലാവും കാറ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുത്ത്. അതൊന്നും മറക്കരുത്, വന്ന വഴി ഒരിക്കലും നമ്മൾ മറക്കരുതെന്ന് പറയണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവ് ഇവിടെ ഓട്ടോ പാർക്ക് ചെയ്യുക തന്നെ ചെയ്യും. അതിനാരും തടസ്സം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറയണ. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ? അന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, എന്റെ ചെലവിലാ നീയൊക്കെ ഇവിടെ കഴിയുന്നേ. പൂർണിമ ടെക്സ്റ്റൈൽസിന് ഞാൻ അധ്വാനിക്കുന്നുണ്ട്, ഇനി അത് വേണ്ടാന്ന് പറയണ. സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ചെലവിൽ അങ്ങോട്ട് കഴിഞ്ഞാൽ മതി എന്ന് പറയാം. ഇത് കേട്ടതും ആകെപ്പാടെ ദേഷ്യമായിപ്പോയി. അച്ഛന് സഹിക്കാൻ പറ്റിയില്ല. അച്ഛൻ, നീ എന്താ പറഞ്ഞേ? പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ അധ്വാനം കൊണ്ടാണോ? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ടെക്സ്റ്റൈൽസിൽ നിന്ന് നീ മോഷ്ടിച്ചും കട്ടുമെടുക്കുന്ന പോലെ അല്ല, ഞങ്ങൾ നല്ല അധ്വാനിച്ച് ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നീ അവിടുന്ന് പണം മോഷ്ടിച്ചെടുക്കുന്ന പോലെ അല്ല ഋതു. അതുകൊണ്ട് കൂടുതൽ നീ ഞങ്ങളെ ഭരിക്കാനായിട്ട് വരണ്ട. നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലെന്ന് പറയണം. ഈ ഭക്ഷണത്തിന്റെ കണക്കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പൂർണ്ണിമ പെട്ടെന്ന് പറഞ്ഞു, അല്ല എന്താ ഇത്, നീ എന്താ ഋതു ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക. ഭക്ഷണത്തിന് കണക്ക് പറയാൻ പാടുണ്ടോന്ന് ചോദിക്കുകയാണ്. പിന്നെ വീടിനും സ്വത്തിനും ഒക്കെ കണക്ക് പറയാമെങ്കിൽ അതിനും പറയാൻ പാടില്ലെന്ന് സ്വാതി ചോദിക്കുകയാണ്. അച്ചു പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് മാറ്റാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. രണ്ടും കളിപ്പിച്ച് അച്ചു അങ്ങോട്ട് കയറി പോവാ. നല്ല ദേഷ്യം വന്നു ഋതുവിന്. ഋതു ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. ഈ സമയം പല്ലവി ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ പോണ സമയത്ത് പല്ലവി ചോദിച്ചു, എന്ത് പറ്റി ശ്രീഹരി, മുഖത്തൊരു സന്തോഷം ഇല്ലാത്തെന്ന് ചോദിക്കുക. അത് പിന്നെ ഒന്നുമില്ലാന്ന് പറയാം, എനിക്കറിയാം. ശ്രീഹരിക്ക് എന്തോ വിഷമമുണ്ടെന്ന് പറയണം. അല്ല അത് പിന്നെ ചേച്ചി, ഞാൻ കുറച്ച് നാളും കൂടി ഈ ഓട്ടോ ഓടിക്കുന്നുള്ളൂ, അതിനുശേഷം ഈ ഓട്ടോ ഓടിയിട്ട് വേണ്ടെന്ന് വെക്കുക എന്ന് പറയണം. അതെന്താ അങ്ങനെ? അല്ല പൊന്നുമടത്തിലുള്ളവർക്ക് നാണക്കേടല്ലേ ഞാനിങ്ങനെ ഈ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നേ. പോരാത്തതിന് മരുമോൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാന്ന് പറഞ്ഞു കഴിയുമ്പോ പൂർണ്ണാമ്മയ്ക്ക് കുറച്ചിലല്ലേ നിൽക്കും. അതാണ് ആ കാര്യം. ആ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നിടത്ത് ഇപ്പൊ എന്ത് ജോലിയാണെങ്കിലും അതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. എന്നാലും വേണ്ട പല്ലവി ചേച്ചിക്ക് അറിയാവോ, ഒരു കാര്യം ഞാൻ പറയാം, പക്ഷെ ആരോടും പറയില്ലെന്ന് പറയണ. അതെന്താ? ഇതുവരെയായിട്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെന്ന് പറയാം. ജീവിച്ചിട്ടില്ലേ? അതെ, കാരണം എൻ്റെ തന്നെയാ. എനിക്കൊരു മനസ്സിലൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അവളുടെ ഭർത്താവാനായിട്ട് യാതൊരു യോഗ്യത ഇല്ലെന്നുള്ള ഒരു തോന്നല്. അതുകൊണ്ട് ഇതുവരെയായിട്ട് അങ്ങനെ ഒന്നാവാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ട പല്ലവി പറഞ്ഞു, നീ എന്തൊക്കെയാ ശ്രീഹരി പറയണേ? ഇത് കോംപ്ലക്സ് എന്ന് പറയും. നീ ഒരിക്കലും എങ്ങനെ ചെയ്യരുത്. കാരണം ഇത് വലിയ ദുരന്തത്തിലാ കലാശിക്കുള്ളൂ. അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ. അവള് പാവാടാ. അവള് നിന്നിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവൾക്ക് വലിയ കൊട്ടാരവോ അങ്ങനെ കാര്യങ്ങളൊന്നും അവൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പെൺകുട്ടി അല്ലെന്ന് പറയാം. ഒത്തിരി നാള് ഈ അകൽച്ച പാടില്ല കേട്ടോ. അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിയെടുക്കും. തൽക്കാലത്തേക്ക് ഞാനായിട്ട് ആരോടും പറയാൻ പോകുന്നില്ല. പക്ഷെ അതിനു മുമ്പ് നീ അവളെ സ്നേഹിച്ചു തുടങ്ങണം. നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയെല്ലാം മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് ചെന്ന് കലാശിക്കുള്ളൂ എന്ന് പറയണം. ശരി ചേച്ചി എന്ന് പറയാം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശ്രീഹരിക്ക് ഒരു സമാധാനം വന്നേ.
പല്ലവിയോടെങ്കിലും തുറന്നു പറഞ്ഞല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിന്നീട് പൂർണിമ ഹാളിൽ നിൽക്കുന്ന സമയത്താണ് ഋതു ഒരു ബാഗൊക്കെയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും സ്വാധീനം കൂടെ അങ്ങോട്ട് വന്നു. അല്ല നീ അങ്ങോട്ടാ ബാഗൊക്കെയായിട്ട്? ഞാനിവിടുന്ന് പോവാ, ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയണം. പോകാൻ എങ്ങോട്ട്? ഞാൻ വല്ല ഹോസ്റ്റലിലേക്ക് മാറിക്കോളാന്ന് പറയണം. ഹോസ്റ്റലിലേക്ക്? അതെന്താ ഹോസ്റ്റലിലേക്ക് മാറുന്നേ? ഞാനിവിടെ നിൽക്കുന്നോണ്ടല്ലേ എല്ലാവർക്കും കുഴപ്പം. ഇവിടെ ഇത്ര നാണം കിട്ടി നിൽക്കാനായിട്ട് എനിക്ക് ഒരുക്കുമല്ല. കണ്ട ഓട്ടോറിക്ഷ അതും ഇതെല്ലാം കൊണ്ട് പാർക്ക് ചെയ്യുന്ന വീട്ടില് ഇതിൽ പരം നാണക്കേട് എനിക്ക് വരാനില്ലെന്ന് പറയാ. ഹോസ്റ്റലാണ്, പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ, സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സാധി പറഞ്ഞു, ചേച്ചി പോവാണെങ്കിൽ ഞാനും പോവാന്ന് പറയാണ്. ഞാനും വല്ല ഹോസ്റ്റലിലേക്ക് മാറുമെന്ന് പറയാണ്. പൂർണ്ണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഋതു പൂർണ്ണിമയോട് പറഞ്ഞു, ഞാനിവിടുന്ന് മാറാതിരിക്കണമെങ്കിൽ ഇതേ ആ ഓട്ടോറിക്ഷ മേലാൽ ഇവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഞാനിവിടെ നിൽക്കുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. തൽക്കാലത്തേക്ക് നീ കൊണ്ട് ഭാഗം വെച്ച് മുറിക്കത്തേക്ക് കയറിപ്പോൻ നോക്ക്. ആരും ഇവിടെ ഓട്ടോറിക്ഷ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാൻ പോകുന്നില്ല. അതിനുള്ള തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തോളാം. ധൈര്യമായിട്ട് നീ പോകാൻ പറയണം എന്ന് പറഞ്ഞ് പൂർണ്ണിമ അങ്ങോട്ട് കയറിപ്പി. അതൊന്നും സാധിക്കും ഭയങ്കര സന്തോഷമായി. അവർ തമ്മിലുള്ള ഒരു തന്ത്രമായിരുന്നത് ഈ ഇറങ്ങിപ്പോക്ക് നാടകമൊക്കെ. ഇവിടുന്ന് ഇറങ്ങിപ്പോവാന്ന് അറിയുവാണെങ്കിൽ അമ്മ പിന്നെ ആ ഓട്ടോറിക്ഷ ഇവിടെ കയറ്റാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം അവർക്കറിയായിരുന്നു. അതിനു വേണ്ടി നടത്തിയ ഒരു തന്ത്രമായിരുന്നു. പിന്നീട് ഋതു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ചെല്ലുവാണ്. ആ സമയം അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അതെ ട്രേഡ് യൂണിയന്റെ നേതാക്കൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഇപ്പൊ എനിക്ക് ആരെയും കാണാൻ സംസാരിക്കാനുള്ള മൂടില്ല, അവരോട് പിന്നെ വരാൻ പറ. ഇപ്പൊ എനിക്ക് അതിന് സമയമില്ല എന്ന് പറയാണ്. എന്നും പറഞ്ഞ് ഋതു തന്റെ ക്യാബിനിലേക്ക് പോയിരിക്കുകയാണ്. പോയിരുന്ന് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നേതാക്കന്മാർ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുവാണ്. വന്നിട്ട് പറഞ്ഞു, അതെ നിനക്കറിയാലോ ഞങ്ങളുടെ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരാണ്. ഇവിടെയുള്ള കാര്യങ്ങൾ, അതായത് ഞങ്ങൾക്ക് തന്നെ യൂണിയൻ ഉണ്ടെന്ന് അറിയാലോ. ഇവിടെയുള്ള തൊഴിലാളികളെയൊക്കെ ഞങ്ങളാണ് നിയന്ത്രിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരൊറ്റ കെട്ടാണ്. അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ വന്നത്. അവർക്ക് ശമ്പളം എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊടുക്കണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞ്, ശമ്പളം കൂട്ടിക്കൊടുക്കാനാ? അതെ, ശമ്പള വർധന വേണം, അതിന് വേണ്ടിയിട്ട് സംസാരിക്കാനാ വന്നേന്ന് പറയണം. ഇപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഗുണ്ടായസം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറയാം. ഇത് കേട്ടത് ഒരാൾ പറഞ്ഞു, അത് ഞങ്ങൾ ഗുണ്ടായസം കാണിച്ചില്ല മാഡം, ഞങ്ങൾ സംസാരിക്കാൻ കയറി വന്നതല്ലേ. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ക്യാമ്പിലേക്ക് കയറി വരുന്ന ഗുണ്ടായസം അല്ലെന്ന് ചോദിക്കോ? ഓ അങ്ങനെ, അതാണ് മാഡം ഉദ്ദേശിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയിക്കോളാന്ന് പറയണം. സംസാരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞില്ലേ? ഓ സംസാരിക്കാൻ സമയമില്ലേ, കുഴപ്പമില്ല. മാഡം ഞങ്ങൾ വിളിക്കുന്നിടത്തേക്ക് ഇനി ഇപ്പൊ അങ്ങോട്ട് വരും. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് കാണണമെന്ന് ചോദിക്കാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ എനിക്കെന്താ കുഴപ്പം? തൽക്കാലത്തേക്ക് ഞാൻ ശമ്പളം വർദ്ധിപ്പിക്കാനൊന്നും പോകുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ടെക്സ്റ്റൈൽ ഷോപ്പ് ഏകദേശം തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയില. ഈ അവസ്ഥയിൽ ശമ്പളം വർദ്ധിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോ യൂണിയൻ നേതാവ് പറഞ്ഞു, അതെ ഞങ്ങളുടെ കുഴപ്പമില്ല മാഡം, ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ നോക്കിയും കണ്ട് നടത്തുന്ന ആള് നിങ്ങളല്ലേ. അപ്പൊ ഇതിനു മുമ്പ് ഇതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ വന്ന് സംസാരിക്കാനായിട്ട് മാധവ സാറ് തയ്യാറാകുമായിരുന്നു. പക്ഷെ ഇപ്പൊ മോളായി കഴിഞ്ഞപ്പോഴാണോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് അവരോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞെന്ന് ചോദിക്കണം. കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ വെല്ലു വിളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകണം. അപ്പോഴേക്കും കുറുപ്പമ്മ വന്നിട്ട് പറഞ്ഞു, വേണ്ടിയിരുന്നില്ല മോളെ, അവരെ പിണക്കേണ്ടിയിരുന്നില്ല. അവരോട് സംസാരിക്കാൻ മേലാനും ചോദിക്കും. കുറുപ്പമ്മൻ എന്തറിഞ്ഞിട്ടായി പറയണേ? ഇവിടെ ആകെപ്പാട് അല്ലെങ്കിൽ തന്നെ സമനില ഏറ്റിരിക്കുക. അപ്പോഴാണ് ശമ്പളം വർദ്ധിപ്പിക്കുന്നത്, വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഋതു ദേഷ്യപ്പെടുവാണ്. കുറുപ്പമ്മാവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.